ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ക്രീം ബൺ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചു. അതിനകത്ത് പാല്, പിന്നെ ബട്ടർ, ഫ്രിഡ്ജ് വെക്കാത്ത ബട്ടറായിരുന്നു, അതും എടുത്ത് വെച്ചു. എന്നിട്ട് നമുക്കതൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് നമുക്ക് ആ ബട്ടർ ഒന്നിടാം. ബട്ടർ നമ്മൾ 2 ബട്ടറായി എടുക്കുന്നത്, ആ രണ്ടും നമുക്കൊന്ന് എടുക്കാം. പിന്നെ ഞാൻ പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബന്നും മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ പാവുഭാജിയുടെ ബന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ആ 2 ബട്ടറും എടുത്തൊന്ന് ശരിക്കൊന്ന് ഇതിനകത്തോട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചെടുത്ത് മിക്സിയുടെ ജാറിനകത്തോട്ടിടാം. അപ്പോൾ ആ ജാറിനെടുത്തിട്ട് നമുക്ക് പിന്നെ പാൽപ്പൊടി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പാൽപ്പൊടിയിലെ 2 കവർ, അതിൽ നിന്ന് 1 കവർ പൊട്ടിച്ച് നമുക്ക് ഇടാം. ഇട്ടിട്ട് നമുക്കതും കൂടെ ഒഴിച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് പാൽ ഒഴിക്കാം. അത് പാൽപ്പൊടി ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1 കവർ ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിട്ടിട്ട് നമുക്ക് പാലും കൂടെ ഒഴിക്കുക അതിനകത്തോട്ട്. ഞാനൊരു കുഴിയിൽ പാലെടുത്ത് വെച്ചു. പിന്നെ അതിനകത്ത് എൻ്റെ കയ്യിൽ പിന്നെ എല്ലാവരും പറഞ്ഞാൽ മിൽക്ക് മേഡ് ഒഴിക്കണമെന്ന്. പക്ഷേ മിൽക്ക് മേഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയും പാലും ബട്ടറും കൂടെ ഞാൻ അടിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പാലും കൂടെ എടുത്ത് മിക്സിയുടെ ജാറിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നിട്ട് അതൊന്ന് ഇങ്ങനെ ഒന്ന് പിന്നെ അടിച്ച് നോക്കാം. അടിച്ച് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ബട്ടർ മറ്റേ ബന്ന ഒന്നും കൂടെ നല്ലത്. ഇത് പാവുഭാജിക്കൊക്കെ കഴിക്കുന്ന അത്തരമുള്ള ബട്ടർ. അപ്പം നമ്മുടെ ക്രീമെല്ലാം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതായിട്ടുണ്ട് ക്രീം, നല്ല ഇതായിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ടൊഴിക്കുന്നു. അപ്പം നമുക്ക് ക്രീമെല്ലാം നല്ല അടിപൊളിയായിട്ട് ഒത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ആ ബന്നെടുത്തിട്ട് നമുക്കൊന്ന്, അതിനു മുമ്പേ നമുക്കൊരു ദോശക്കല്ലെടുത്ത് അടുപ്പയിലോട്ട് വെച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ഒരു ശകലം നെയ്യിട്ടിട്ട് നമുക്ക് ആ ബട്ടർ ബന്നൊന്ന് ചൂടാക്കണ്ടായി, അതിന് വേണ്ടി. അപ്പം 2 വശവും ഒന്ന് ചൂടാക്കുന്നത് നന്നായിട്ടിരിക്കും. പക്ഷേ എന്നിട്ട് നമുക്ക് അതെടുത്തിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ക്രീം തൂക്കാൻ. അപ്പം നമ്മുടെ ബന്നൊന്ന് ദോശക്കല്ലിൽ ഞാൻ എണ്ണയും ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അതൊന്ന് മുറിച്ച്, അപ്പം നന്നായിട്ടിരിക്കുന്നു. അത് 2 വശമൊന്നും മൂപ്പിക്കുന്നത് നന്നായിരിക്കും. ചിലരിത് പച്ചയ്ക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ ഈ പാവുഭാജിയുടേതല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ച് ചൂടാക്കിയിട്ട് നമുക്കത് എടുത്ത് ക്രീം അതിനകത്ത് പുരട്ടാവുന്ന, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ പിന്നെ ഒരു പച്ചയ്ക്ക് തന്നെ ക്രീമിന്. അപ്പം നമ്മുടെ അടുപ്പിൽ നിന്ന് ഞാൻ അതെല്ലാം വാങ്ങി ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ട് ഇനി നമുക്കതൊന്ന് കണ്ടിക്കുമ്പം ഈ മറ്റേ പാവുഭാജിയുടെ ബന്നായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ അങ്ങ് പൊടിഞ്ഞും പോയി. അതെ, അത് ഞാൻ വിചാരിച്ചത് ഈ വീഡിയോ ഇടണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് കാണാം. ക്രീം നല്ല അടിപൊളിയായിട്ട് വന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾ മേടിക്കുമ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, നല്ല ഈ വലിയ ബർഗറിൻ്റെ ബന്നില്ലേ, ആ ബണ്ണുണ്ടല്ലോ, ആ ബണ്ണ് മേടിച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇത് ഈ നമ്മൾ മറ്റേ പാവുഭാജിയുടെ ഇല്ലേ, അത് ഞാൻ കടയിൽ ചെന്നപ്പം പക്ഷേ എനിക്ക് അതാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ചെയ്ത് നോക്കാമല്ലോ ചൊല്ലി അതുകൊണ്ട് മേടിച്ചതാണ്. അതുകൊണ്ട് അത്ര നീറ്റും പെർഫെക്റ്റും ആയിട്ടും ഇല്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ അങ്ങ് പൊളിഞ്ഞു പോകുന്ന പോലെ. ഞാൻ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചത്, പിന്നെ ഞാൻ അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾ ക്ഷമിക്കുക. മറ്റേ ബ്രെഡ് ഡൽഹിയിലല്ലേ, അവിടെ കടയിൽ ചെന്ന് നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ്. ബന്ന് പക്ഷെ നമ്മുടെ നാട്ടിൽ നല്ല എല്ലാ കടയിലും ഇങ്ങനെ ബന്ന് കിട്ടും. അപ്പം ഞാനതെന്ത് ചെയ്തു, എല്ലാം ഇങ്ങനെ ഒന്ന് പുരട്ടിയിട്ട് ഞാൻ അതിൻ്റെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ കണ്ടിച്ചിട്ട് രണ്ടിൻ്റെ അകത്തും പുരട്ടി സൈഡിലും പുരട്ടി. പക്ഷേ നല്ലതായിരുന്നെന്ന് ഇവിടെ കൊച്ചുങ്ങളൊക്കെ മോള് കഴിച്ചിട്ട് പറഞ്ഞു നല്ലതായിരുന്നെന്ന്. പക്ഷേ അങ്ങനെ ഒരു ഈ മറ്റേ അല്ലാത്തത് കൊണ്ടുള്ള ഈ പാവുഭാജിയുടെ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അതങ്ങോട്ട് ഒത്തതായിട്ട് തോന്നിച്ചില്ല.
പിന്നെ പക്ഷേ ക്രീം നല്ല, അതിന് നമുക്ക് പറയേണ്ട കാര്യം, ക്രീം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ 4 കണ്ടിച്ച് വരട്ടി ഇങ്ങനെ ക്രീം അതിനകത്ത് തൂത്ത് സൈഡിലും തൂത്ത് എല്ലാം വെച്ച് ഞങ്ങൾ 4 മണിക്ക് ചായ കുടിക്കാൻ ഇതായിരുന്നു ഇന്ന് ഇങ്ങനെ ചെയ്തത്. അപ്പം നല്ല സൈഡും കൂടെ പറ്റിയതുകൊണ്ട് നല്ലതായിരുന്നു. വലിയ മധുരമില്ല, 1 സ്പൂണ് പഞ്ചാരയെ നമ്മൾ ചേർത്തുള്ളൂ. പക്ഷേ ഓരോരുത്തരാണ് ഇതിന് മിൽക്ക് മേഡ് ഒഴിച്ച ക്രീമിന് അടിക്കുന്നത്. പക്ഷേ ഞാൻ മിൽക്ക് മേഡ് ചെയ്തേ ഇല്ലല്ല, ഞാൻ പഞ്ചസാരയും പാലും പാൽപ്പൊടിയേ ചേർത്തുള്ളൂ. എന്നിട്ട് അത് നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കൊരു ശകലം ബാക്കി അധികവും വന്നായിരുന്നു, അധികം ആ ഒരു ഇതിനകത്തുണ്ടായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ബണ്ണിനകത്ത് ചെയ്യുക. ഞാനീ പാവ് ഭാജിയുടെ ബണ്ണിലാണ് ചെയ്തത്, അതുകൊണ്ട് അത്രയും കാണാനൊരു ഇതൊന്നും തോന്നിച്ചില്ല എനിക്ക്. നിങ്ങൾ ചെയ്യുക.